അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 7ാം ക്ലാസ്സിലെ ദുറൂസുൽ ഇഹ്സാനിലെ ഒന്നാമത്തെ പാഠമാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. പാഠത്തിൻ്റെ തദ്രീബാത്ത്, പൊതുപരീക്ഷ, പാദവാർഷിക പരീക്ഷ, അർദ്ധവാർഷിക പരീക്ഷ, ഈ പരീക്ഷകളിലൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾ, അതുപോലെ പ്രധാനപ്പെട്ട നോട്ടുകൾ, ഇതൊക്കെ നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണണം. പാഠം 1. അല്ലാഹു തആല സർവലോക സൃഷ്ടാവും രക്ഷിതാവുമാണ് അല്ലാഹു. അവനെ മാത്രമാണ് നാം ആരാധിക്കുന്നത്. ഈ ലോകത്തേക്ക് നാം വരുമ്പോൾ ആദ്യമായി കേൾക്കേണ്ടത് അവൻ്റെ പേരാണ്. നമ്മളൊരു കുട്ടി ജനിക്കുമ്പോൾ ആദ്യമായി ആ കുട്ടിയുടെ വലത് ചെവിയിൽ ബാങ്ക് കൊടുക്കും, അല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. അവിടെ ആദ്യമായി കേൾക്കുന്നത് അല്ലാഹു എന്ന നാമമാണ്. ഈ ലോകത്തോട് വിട പറയുമ്പോൾ അവസാനമായി നാം പറയേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണ്. ദുനിയാവിലേക്ക് വരുമ്പോൾ നമ്മൾ പറയുന്നത് അല്ലാഹ് എന്ന അല്ലാഹുവിൻ്റെ ഇസ്മാണ്. എന്നാൽ ഈ ദുനിയാവിനോട് വിട പറയുമ്പോൾ നാം അവസാനമായി പറയേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ മറ്റൊരു ഇലാഹില്ലെന്ന വചനമാണ്. നമ്മുടെ ഓരോ ചലനവും അവൻ്റെ ഇഷ്ടവും പ്രീതിയും നേടാനുള്ളതാവണം. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യവും അവൻ്റെ ഇഷ്ടത്തോടെയും അതുപോലെ തന്നെ പ്രീതിക്കും വേണ്ടിയാകണം. അവൻ നമ്മെ എപ്പോഴും കാണുന്നുണ്ടെന്ന ബോധം ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ഈമാൻ കരുത്തുറ്റതാവുക. എപ്പോഴും അല്ലാഹു നമ്മെ കാണുന്നുണ്ട്. നമ്മൾ ഇഹ്സാനിനെ പറ്റി പഠിച്ചു, 6ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാകും. ഇഹ്സാൻ എന്നാൽ എന്ത്? 5ാം ക്ലാസ്സിലുണ്ടായിരുന്നു. നാം ആരാധന നിർവഹിക്കുമ്പോൾ അല്ലാഹു നമ്മെ കാണുന്നുണ്ട് എന്നുള്ള ആ ചിന്ത ഉണ്ടെങ്കിൽ നല്ല ഭയഭക്തിയോടുകൂടെ നമുക്ക് ഇബാദത്തുകൾ നിർവഹിക്കാൻ കഴിയും. ഉറക്കം, ഉണർച്ച, അനക്കം, അടക്കം, സംസാരം, ചിന്ത, മറ്റുള്ളവരോടുള്ള പെരുമാറ്റം മുതലായവയെല്ലാം അല്ലാഹുവിൻ്റെ ഇഷ്ടത്തിന് വേണ്ടിയുള്ളതാകാൻ നമുക്ക് കഴിയണം. അപ്പോഴാണ് ഈമാനിൻ്റെ മാധുര്യം അനുഭവിക്കുക. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മൾ പറയുന്ന കാര്യങ്ങൾ, നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ ചിന്ത, ഇതൊക്കെ അല്ലാഹു പൊരുത്തപ്പെട്ട കാര്യങ്ങളാകണം. അല്ലാഹുവിൻ്റെ പ്രീതിക്കും വേണ്ടിയുള്ള കാര്യങ്ങളായി മാറണം. അപ്പോഴാണ് നമുക്ക് ഈമാനിൻ്റെ ആ മാധുര്യം നമുക്ക് ലഭിക്കുകയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, സലാത്തുൻ മൻ കുന്ന ഫീഹി വജദ ഹലാവത്തുൽ ഈമാനി അൻ യകൂന അല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമ വ അൻ യുഹിബ്ബൽ മർഅ ലാ യുഹിബ്ബുഹു ഇല്ലാ ലില്ലാഹ് വ അൻ യക്റഹ അൻ യഊദ ഫിൽ കുഫ്രി കമാ യക്റഹു അൻ യുഖ്ദഫ ഫിന്നാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, സലാസുൻ മൻ കുന്ന ഫീഹി വജദ ഹലാവത്തുൽ ഈമാൻ. 3 കാര്യങ്ങൾ ഒരാളിൽ ഉണ്ടായാൽ അദ്ദേഹം ഈമാനിൻ്റെ മാധുര്യം അനുഭവിച്ചു. ഒന്നാമത്തത് അൻ യകൂനല്ലാഹ വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമ. അതിൽ ഒന്നാമത്തത് എന്ന് പറയുന്നത് അല്ലാഹുവിനെയും അവൻ്റെ റസൂലിനെയും മറ്റെല്ലാത്തിനേക്കാളും സ്നേഹിക്കുക. അപ്പോഴാണ് അവരുടെ ഈമാൻ പരിപൂർണമാവുകയുള്ളൂ. രണ്ടാമത്തത് വ അൻ യുഹിബ്ബ അൽ മർഅ ലാ യുഹിബ്ബുഹു ഇല്ലാ ലില്ലാഹ്. അല്ലാഹുവിന് വേണ്ടി മറ്റൊരാളെ സ്നേഹിക്കുക. അല്ലാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി മറ്റൊരാളെ സ്നേഹിക്കുക. മൂന്നാമത്തത് പറയുന്നത് അൻ യഊദ ഫിൽ കുഫ്രി കമാ യക്റഹു അൻ യുഖ്ദഫ ഫിന്നാർ. മൂന്നാമത്തത് അവനെ തീയിൽ എറിയപ്പെടുന്നത് എത്ര വെറുക്കുന്നോ അതിനേക്കാൾ കാഫിറായി പോകുന്നതിനെ വെറുക്കുക. ഈ 3 കാര്യങ്ങളും എത്തിച്ചു കഴിഞ്ഞാൽ
അവൻ ഈമാനിൻ്റെ മാധുര്യം എത്തിച്ചവനാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. ഇനി ഉന്നതിയുടെ എല്ലാ ഗുണങ്ങളും ഉള്ളവനും എല്ലാ ന്യൂനതകളിൽ നിന്നും പരിശുദ്ധനുമാണവൻ. അതായത് അള്ളാഹുവിന് എല്ലാ ഗുണങ്ങളും ഉണ്ട്, എന്നാൽ അള്ളാഹുവിന് ന്യൂനതകളില്ല, കുറവുകളില്ല. അള്ളാഹു എല്ലാത്തിലും പൂർണ്ണമായവനാണ്. അവൻ്റെ വിശേഷണങ്ങൾ ഒന്നും സൃഷ്ടിയല്ല, ആദ്യമേ ഉള്ളവയാണ്. അള്ളാഹുവിന് നമുക്കൊരു തുടക്കമുണ്ട്, പക്ഷെ അള്ളാഹുവിനൊരു തുടക്കമില്ല, ആദ്യമേ ഉള്ളവനാണ്. അവൻ എല്ലാറ്റിലും ഒരുവനാണ്. അവൻ്റെ വിശേഷണങ്ങൾ പോലെയുള്ളവ ഒന്നും സൃഷ്ടികൾക്കില്ല. ദുനിയാവിലെ എല്ലാ മനുഷ്യരുടെയും ചിന്തകൾ അള്ളാഹുവിനറിയാം, പക്ഷെ ഒരു മനുഷ്യന് അതറിയാൻ സാധിക്കില്ല. എല്ലാം നിയന്ത്രിക്കുന്നതും അള്ളാഹുവാണ്, അതൊരു മനുഷ്യനെ കൊണ്ട് സാധ്യമല്ല. അവൻ കാണപ്പെടുന്നതും കേൾക്കപ്പെടുന്നതും കാണുകയും കേൾക്കുകയും ചെയ്യും. ഒരു മനുഷ്യൻ എന്തൊക്കെ കാണുന്നുണ്ടോ, എന്തൊക്കെ കേൾക്കുന്നുണ്ടോ, അതൊക്കെ അള്ളാഹുവിനറിയാം. അവൻ്റെ കേൾവിയും കാഴ്ചയും ഒരവയവം മാധ്യമമായിട്ടല്ല, അതിന് ദൂരപരിധിയുമില്ല. അവൻ സർവശക്തനും സർവജ്ഞാനിയുമാണ്. എല്ലാത്തിനും കഴിവുള്ളവനും എല്ലാം അറിയുന്നവനുമാണ്. അവൻ നൽകുന്ന കഴിവ് കൊണ്ട് മാത്രമാണ് സർവസൃഷ്ടികളും പ്രവർത്തിക്കുന്നത്. ഒരു സൃഷ്ടിക്കും അവൻ കഴിവ് നൽകാതെ ഒന്നും ചെയ്യാനോ വിചാരിക്കാൻ പോലുമോ കഴിയുകയില്ല. തീക്ക് കരിക്കാനും കത്തിക്ക് മുറിവേൽപ്പിക്കാനും വെള്ളത്തിന് ദാഹം മാറ്റാനും മഴയ്ക്ക് വിത്തുകൾ മുളപ്പിക്കാനും സ്വയം കഴിയുന്നതല്ല. എല്ലാം അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരമാണ്. സർവലോക സൃഷ്ടാവും നിയന്ത്രാവുമായ അള്ളാഹുവിനെ സദാസമയവും നാം വണങ്ങണം. അവൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഈ പാഠഭാഗത്തിൽ പ്രധാനപ്പെട്ട പോയിന്റുകളാണ്. നാം ഭൂമിയിലേക്ക് ജനിക്കുമ്പോൾ ആദ്യമായി കേൾക്കുന്ന വചനം അല്ലാഹ് എന്നാണ്. നമ്മൾ അവസാനമായി പറയേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണ്. അതുപോലെ നമ്മുടെ ചിന്ത, നമ്മുടെ ഉറക്കം, ഉണർവ്, അനക്കം, അടക്കം, സംസാരം ഇവ മുഴുവനും അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിനും പ്രീതിക്കുമാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ 3 കാര്യങ്ങൾ പഠിക്കണം. സലാസ്തുമൻ കുന്ന ഫീഹി വജദ ഹലാവത്തുൽ ഈമാൻ. 3 കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കുക. പൊതുപരീക്ഷയ്ക്ക് ഈമാനിൻ്റെ മാധുര്യം എത്തിക്കുന്ന 3 കാര്യങ്ങളിൽ 2 എണ്ണമെങ്കിലും ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പം അത് പഠിച്ചു വെക്കണം. അതുപോലെ തന്നെ നമുക്ക് ഇനി നോക്കാനുള്ളത് തദ്രീബാത്താണ്. പാഠഭാഗത്തിലെ തദ്രീബാത്ത്. ഉത്തരം പറയാം. 1-ാമത്തെ ചോദ്യം, നാം ആദ്യമായി കേൾക്കേണ്ടത് എന്ത്? അല്ലാഹ് എന്ന പേര്. 2, നാം അവസാനം പറയേണ്ടത് എന്ത്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. ചോദ്യം 3, നമ്മുടെ ഈമാൻ കരുത്തുറ്റതാവും എപ്പോൾ? ഉത്തരം, അവൻ നമ്മെ എപ്പോഴും കാണുന്നുണ്ടെന്ന ബോധം ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ഈമാൻ കരുത്തുറ്റതാകുന്നത്. ചോദ്യം 4, ഈമാനിൻ്റെ മാധുര്യം എത്തിക്കുന്ന 3 കാര്യങ്ങൾ ഏവ? ഉത്തരം, അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും മറ്റെല്ലാറ്റിനേക്കാളും സ്നേഹിക്കുക. 2, അള്ളാഹുവിന് വേണ്ടി മറ്റൊരാളെ സ്നേഹിക്കുക. അവനെ തീയിൽ എറിയപ്പെടുന്നത് എത്ര വെറുക്കുന്നോ അതിനേക്കാൾ കാഫിറായി പോകുന്നതിനെ വെറുക്കുക. ഈ 3 കാര്യങ്ങളാണ് ഈമാനിൻ്റെ മാധുര്യം എത്തിക്കുന്ന കാര്യങ്ങൾ. 5-ാമത്തെ ചോദ്യം, കാണപ്പെടുന്നവയെ കേൾക്കപ്പെടുന്നവൻ ആരാകുന്നു? അല്ലാഹു. ഇനി അതിൻ്റെ താഴെ പൂരിപ്പിക്കാം. സലാസുൻ ഡാഷ് ഫിന്നാർ. സലാസുൻ മൻ കുന്ന ഫീഹി വജദ ഹലാവത്തുൽ ഈമാൻ.
അൻ യകൂന അല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ വ അൻ യുഹിബ്ബൽ മർഅ ലാ യുഹിബ്ബുഹു ഇല്ലാ ലില്ലാഹ് വ അൻ യക്റഹ അൻ യഊദ ഫിൽ കുഫ്രി കമാ യക്റഹു അൻ യുഖ്ദഫ ഫിന്നാർ. ഇനി അതിൻ്റെ താഴെ നമുക്ക് എഴുതാം അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ. 1. ഉന്നതിയുടെ എല്ലാ ഗുണങ്ങളും ഉള്ളവനും എല്ലാ ന്യൂനതകളിൽ നിന്നും പരിശുദ്ധനുമാണ്. 2. അവൻ എല്ലാറ്റിലും ഒരുവനാണ്. 3. അവൻ കാണപ്പെടുന്നതും കേൾക്കപ്പെടുന്നതും കാണുകയും കേൾക്കുകയും ചെയ്യും. 4. അവൻ്റെ കേൾവിയും കാഴ്ചയും ഒരവയവം മാധ്യമമായിട്ടല്ല. 5. അവൻ സർവശക്തനും സർവജ്ഞാനിയുമാണ്. 6. അവൻ നൽകുന്ന കഴിവുകൊണ്ട് മാത്രമാണ് സർവസൃഷ്ടികളും പ്രവർത്തിക്കുന്നത്. 7. ഒരു സൃഷ്ടിക്കും അവൻ കഴിവ് നൽകാതെ ഒന്നും ചെയ്യാനോ വിചാരിക്കാൻ പോലുമോ കഴിയുകയില്ല. ഈ പറയപ്പെട്ടതൊക്കെ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളാണ്. ഇത് നിങ്ങൾ ചുരുക്കി എഴുതിയാൽ മതി. ഇപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.